ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തക്കാളി വെച്ചിട്ട് ചെയ്യുന്നൊരു സൂപ്പാണ്. ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർ, ചിക്കൻ സ്റ്റോക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരിത് ചേർക്കേണ്ട ആവശ്യമില്ല. വെറും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡ് ടോസ്റ്റും ആക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന അളവ് 4 പേർക്ക് കഴിക്കാനുള്ള സൂപ്പിൻ്റെ അളവാണ്. ഇപ്പോൾ ഇവിടെ മീഡിയം സൈസുള്ള തക്കാളി ഒരു 7 എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി, പിന്നെ ബേ ലീവ്സ് ഒരെണ്ണം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി നിങ്ങൾ ഇതിലോട്ട് 2 ചിക്കൻ സ്റ്റോക്ക് ഇടണം. അതായത് ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് വേവിക്കുന്ന സമയത്ത് ഇടാനും മറന്നുപോയി. അപ്പോൾ അത് പിന്നീട് തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കാണ് ബ്രെഡ് ഇട്ട് കൊടുത്ത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ബ്രെഡ് വേണമെങ്കിൽ ബട്ടറോ ഓയിലോ ഒന്നും ചേർക്കാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടും എടുക്കുക. അതല്ലെങ്കിൽ ബട്ടറിന് പകരം ഓയിൽ ചേർത്തിട്ടോ അങ്ങനെ എങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ ബേ ലീവ്സ് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇത് അടിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു കുത്തുന്ന ടേസ്റ്റായി വരിക. അപ്പോൾ ഇത് മാറ്റിക്കളയാം. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ പാനിലൊഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞും ചേർത്തൊന്ന് വഴറ്റി. ഇനി ഈ ബാക്കി വന്ന ബട്ടറിൽ തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലത്തെ 2 എണ്ണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തക്കാളി വേവിക്കുന്ന സമയത്തായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുക്കുമ്പോൾ പുളി അധികം ഇല്ലാത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. തക്കാളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലിനി എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ സ്റ്റോക്കിൽ നന്നായിട്ട് ഉപ്പുള്ളതല്ലേ, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോ, സൂപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്താൽ മതി. ഇനി സൂപ്പിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് ടോസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സൂപ്പ് റെഡിയായി. ഇപ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക.